എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയില് അച്ഛനൊരു തൂണും ചാരി നിന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എന്താണ് തമാശ? ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് ധ്യാൻ എത്തിയത്. നമ്മൾ എല്ലാവരും ചിത്രം കണ്ടതാണ്. അപ്പം ധ്യാൻ നല്ലൊരു കഴിവുള്ള വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പോയിന്റിലോട്ട് വരാം. ഏറ്റവും അധികം എനിക്കതല്ല പ്രശ്നം. വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തോറ്റത് എന്റെ കർത്താവേ. ഒരു ഡബിൾ മുണ്ടോ ഒറ്റയ്ക്കൊരാൾക്കാൻ പറ്റില്ല എന്റെ. അപ്പൊ എന്തൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഞാൻ കോമഡി പീസാണോ ഇവിടെ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ചുളുവിലൊരു ഹിറ്റ് കിട്ടി. അബദ്ധത്തിലല്ല, മനഃപൂർവ്വ. സാധാരണ ഇങ്ങനൊന്നും എന്റെ സിനിമകൾ സംഭവിക്കാത്തതാണ്. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നു. അതൊരു അത്ഭുതമാണ്. ഒന്ന് ഷോക്കായി ഷോക്കോ, ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി. അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്നില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. ഷാരിസ് വന്നിട്ട് പറയും ഇതിലൂടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. കാലം മാറി. പഴയ സാധനം ഇപ്പൊ വേണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കഴിഞ്ഞിട്ടില്ല, ഒന്ന് നിൽക്കണേ. മതി മതി. മതി മതി. നിർത്തി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ.